ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഇങ്ങനെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കാരണങ്ങളാൽ വീട്ടിൽ പോകാൻ പറ്റിയില്ല, ഓഫീസിൽ ഇരുന്നാണ് ഇന്ന് മെസ്സേജ് ഷെയർ ചെയ്യുന്നത്. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ വരുവാൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അധികം മുഖവരയില്ലാതെ ഒരു ദൈവവചനം നിങ്ങളുടെ മുന്നിൽ വായിച്ച് അതിൽ നിന്ന് കുറച്ച് ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാറുള്ള സമയമാണ്. പ്രാർത്ഥനയോടെ ആയിരിക്കണമേ എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഞാൻ കഴിഞ്ഞ സൺഡേ ഞങ്ങളുടെ സിറ്റി ചർച്ചിൽ തന്നെ ഷെയർ ചെയ്തൊരു വേഴ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരുമിച്ച് അതിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ഉം 21. ആരെങ്കിലും വായിക്കുന്നെങ്കിൽ വായിക്കാം. എഫേസ്യ ലേഖനം 3-ന്റെ 20-ഉം 21. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. വളരെ അടുത്തറിയാവുന്ന ഒരു വചനമാണ്. 14-ാമത്തെ വാക്യം മുതൽ നമ്മൾ താഴോട്ട് വായിക്കും. 14 മുതൽ 20 വരെ നമ്മൾ പഠിക്കുമ്പോൾ പൗലോസ് ഒരു സ്പിരിച്വൽ സ്ട്രെങ്തിന് വേണ്ടി, ആത്മീയമായ ഒരു ബലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതാണ് ഈ വചനം മുഴുവൻ, നമ്മൾ ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ചു വരുമ്പോൾ ഈ ആദ്യത്തെ ഈ പറയുന്ന പോലെ 14-ാമത്തെ വാക്യം വരെ മിസ്റ്ററി ഓഫ് ദ ഗോസ്പൽ എന്താണ്, അത് അതിന്റെ റെവലേഷൻ. ഇന്ന് നമ്മൾക്ക് ഇത്രയും പഠിക്കാനുള്ള സമയവും അറിയുവാനുള്ള കാലങ്ങളുമൊക്കെയാണ്. എന്നാൽ അന്ന് സ്വർഗത്തിൽ നിന്നൊരു വെളിപ്പാട് പ്രാപിക്കാതെ ഇത് ആർക്കും ലഭിച്ചിരുന്നില്ല. പൗലോസിന് ദൈവം അത് കൊടുത്തു. അതുകൊണ്ട് പറയുന്നുണ്ട്, കണ്ടോ, 8-ാമത്തെ വാക്യം പറയുന്നുണ്ട്. 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നെന്ന് വായിക്കാവോ? സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്ന് തന്ന എല്ലാവർക്കും പ്രകാശിപ്പാനും ആയി കൃപ നൽകിയിരിക്കുന്നത്. അപ്പം പൗലോസിന് കിട്ടിയ കൃപ ഇതായിരുന്നു. അപ്പൊ ഈ മറഞ്ഞു കിടന്നത് ഒത്തിരി കാലങ്ങള് യഹൂദർ മാത്രം തെരഞ്ഞെടുക്കപ്പെട്ട ജനമെന്നും അവർക്ക് വേണ്ടി മാത്രമാണ് ഒരുക്കിയിരുന്നത് എന്ന് ഒരു ലോകം മുഴുവൻ വിശ്വസിച്ചു, ഒരു ജനത മുഴുവൻ വിശ്വസിച്ചു. പൗലോസ് അതിനകത്ത് ആഴമായി വിശ്വസിച്ച കാലമുണ്ടായിരുന്നു. അപ്പൊ അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച ഒരു വെളിപ്പാടാണ് ഈ ഗോസ്പൽ, ഈ സുവിശേഷം. അപ്പൊ ഈ സുവിശേഷത്തിന്റെ വെളിപ്പാടെന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ച് ചരിതിച്ച് വെച്ചിരിക്കുന്നതിനെയൊക്കെ പൊളിച്ചെഴുതുന്നതാണ് സുവിശേഷത്തിന്റെ വെളിപ്പാട്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വെളിപ്പാട്, വചനത്തിന്റെ വെളിപ്പാട്, പരിശുദ്ധാത്മാവിന്റെ നിറവ്. അപ്പൊ അത് കാരണമാണ് ഈ 14 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഈ ഒരു സ്പിരിച്വൽ സ്ട്രെങ്തിന് വേണ്ടി പറയുന്ന ഒരു ബലത്തിനു വേണ്ടി, ഈ ബലം അങ്ങോട്ട് താൻ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും വേണ്ടി തുടങ്ങുമ്പോൾ ആണ് ഇതിന്റെ ആഴം മനസ്സിലാകുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ദൈവസഭയിലും വ്യക്തിപരമായും ഒക്കെ നമ്മൾ ലാക്ക് ചെയ്യുന്നൊരു വിഷയമാണ്. അതായത് നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്, ഈ പവർ എന്ന് പറയുന്ന വാക്കിൽ 2-3 പവർ അല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ ഒന്ന് ഡൈനാമിക്, പിന്നെ ഡൈനാമോ. അപ്പൊ എന്നുള്ളൊരു വാക്ക്, അതായത് നമ്മുടെ പണ്ട് നിങ്ങളൊക്കെ എത്ര പേര് സൈക്കിൾ ചവിട്ടി നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാൻ മേല. ഉണ്ട്, എത്ര പേര് നടന്നിട്ടുണ്ട് ആർക്കറിയാം? എനിക്കറിയാം. ഞങ്ങളൊക്കെ എന്റെ ഫാദറിന് സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പം ഈ ഡൈനാമോ ഇട്ടിട്ടാണ് രാത്രി നമ്മൾ ചവിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നത്, നമ്മുടെ ഈ ചവിട്ടിന്റെ, അതായത് സൈക്ലിങ്ങിന്റെ സ്പീഡ് കൂടും തോറും മുൻവശത്തിൽ ഡൈനാമോയിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ പ്രകാശം കൂടും. അതായത് ഈക്വലി പ്രൊപ്പോർഷനറ്റ് ടു ദ റൊട്ടേഷൻ ഓഫ് ദ വീൽ. ആ സൈക്കിളിന്റെ വീലിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ്. അതായത് നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് എത്രയും വലുതുണ്ടോ അത്രയും ഡൈനാമിക് ആയിട്ടും വെളിച്ചം വീശുന്നതാണ് ഈ ഡൈനാമോയുടെ പ്രിൻസിപ്പൽ. അപ്പം അതിനെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ അതിനെ കറക്കുവാൻ എന്തെങ്കിലും ഒരെണ്ണം വേണം.
ഇതിനെയാണ് പരിശുദ്ധാത്മാവിന്റെ പവറായിട്ട് എന്റെ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ഈ പവർ പൗലോസ് അനുഭവിക്കുമ്പോഴാണ് താൻ ഇതുവരെ അനുഭവിക്കാത്ത വെളിപ്പാടിലേക്ക് വരുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിൽ എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന, എന്റെയും നിങ്ങളുടെയും ഒരു സമയം ചെലവഴിക്കുന്നതൊക്കെ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ. പൗലോസ് സിസ്റ്ററെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? 14-ാമത്തെ വാക്യം, 3:14. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നദ്ധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. ആമേൻ. അപ്പോ പറയുന്നത് that according to the riches of his glory, അതായത് മഹത്വത്തിന്റെ ധനം, അതനുസരിച്ച്, അതായത് നമുക്ക് മെഷർ ചെയ്യാനോ നമുക്ക് അളക്കുവാനോ വയ്യാത്ത ഒരു മഹത്വത്തിന്റെ ധനമുണ്ട്. അതനുസരിച്ച് കണ്ടോ, he may grant you to be strengthened with power through his spirit, തന്റെ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുവാൻ പറയുന്നത് കണ്ടോ. പറയുന്നത് അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അപ്പൊ നമ്മുടെ അകത്തെ ഒരു മനുഷ്യനുണ്ട്. അത് ഈ ദിവസങ്ങൾ പൈശാചിക തന്ത്രങ്ങൾ നമ്മൾ പഠിക്കുവാണെങ്കിൽ നമ്മളെ ഫിസിക്കലായിട്ട് ഹാം ചെയ്യുന്നതിൽ, ഫിസിക്കലായിട്ട് നമ്മളെ നമ്മളെ പ്രയാസപ്പെടുത്തുന്നതിനേക്കാളും നമ്മളെ മാനസികമായി തളർത്തിക്കളയുന്ന പല വിഷയങ്ങളാണ് കൊണ്ടിരുന്നത്. അതായത് എന്റെ ഇന്നർ മാനെ, എന്റെ അകത്തെ മനുഷ്യനെ തകർത്തു കഴിഞ്ഞാൽ അവന് മനസ്സിലായി അവൻ ജയം പ്രാപിച്ചു എന്നുള്ളത്. പല ചിന്തകൾ ഇതുവരെ നശിച്ചു പോകുന്ന ചിന്തകൾ. അപ്പോ നമ്മൾ ആ ചിന്തകളിൽ ഇരുന്നങ്ങ് മുഴുകിയിരിക്കുമ്പോൾ അതിനൊപ്പിച്ചുള്ള ഫിസിക്കൽ ഇഷ്യൂസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇന്ന് ഒരു വല്ലാത്ത സമയമായിരിക്കും, രാവിലെ ഇന്ന് രാവിലത്തെ ഒരു ദിവസം മോശമാണ്, നമ്മളത് പറഞ്ഞു കളയല്ലോ, ഇന്ന് തുടങ്ങിയപ്പോ മുതൽ ഗതികേട എന്നതിലൊരു ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ആള് ശ്രദ്ധിച്ചോ, നമ്മുടെ ആളല്ല പൈശാചിക ശക്തി ശ്രദ്ധിച്ചോണ്ടായിരിക്കുന്നത്, ഇവൻ എന്തായാലും ഇത് അഡ്മിറ്റ് ചെയ്തു, ഇന്ന് അവന്റെ ദിവസം നശിച്ചെന്ന് അവൻ തീരുമാനിച്ചു. എന്നാൽ പിന്നെ വാലെ ഇച്ചിരി പ്രശ്നങ്ങൾ ഇരിക്കട്ടെ. എന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ചോണം. നമ്മുടെ ഇന്നർ മാൻ, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി വരുന്ന എന്നിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന ഞാൻ പറയുന്ന എല്ലാ വാക്കുകളും വളരെ ശക്തവും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും പറയുമ്പോൾ ഈ ഇരുവായ്ത്തലയുള്ള വാള് ചെന്ന് ചിലതിനെയൊക്കെ കീറി മുറിച്ച് കളയും. നമ്മൾക്ക് പോലും അറിയാൻ മേല. അതാ പറയുന്നത് എഫേസ്യ ലേഖനത്തിന്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് 1:18 ഒന്ന് വായിക്കോ സിസ്റ്ററെ. 1:18 മുതൽ 24 വരെ. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. അപ്പം ഒരു വലിയ ധനമുണ്ട്, ആ മഹിമാധനം ഇന്നതെന്ന് ബോധ്യമാകണം. വായിച്ചേട്ടെ. അവന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന്. അപ്പം അവന്റെ പറയുന്നുണ്ട്, അവന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അതാണ് ഈ ഒരു ലിമിറ്റ്ലെസ് പവറാണ് എനിക്കും നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്പിരിച്വൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. വായിച്ചിട്ട് സിസ്റ്റർ ബാക്കി വായിച്ചിട്ട്. അപ്പൊ അളവറ്റ വലിപ്പം എന്റെ ഉള്ളിൽ, അത് ഈ മൺകൂടാരത്തിലേക്ക് അയക്കുന്ന ഈ ദൈവശക്തിയുടെ ഒരു ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നമ്മളുടെ ബുദ്ധിക്കപ്പുറത്താണ് ഈ അളവറ്റ വലിപ്പം വെളിപ്പെടുന്നത്. വായിച്ചാട്ടെ. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തമീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനു മീതെ തലയാക്കി
എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഇനി എത്ര സ്തുതിച്ചാലും മതിയാതില്ല. അതായത് നമ്മുടെ ഈ ബലഹീന ശരീരം ദൈവം തെരഞ്ഞെടുത്തിട്ട് പറയുകയാണ്, നിന്റെ ഉള്ളിൽ ഉള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത് ഇതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണമേ എന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ഈ ശക്തി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും തന്നെ മൂടിയിട്ടിരുന്ന സ്തോത്രം ശവകുടീരങ്ങളെ എല്ലാം തകർത്ത് വെളി വന്ന അതേ ശക്തി തന്റെ ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോ ഈ എഫേസ്യ ലേഖനം മുഴുവൻ പഠിക്കുമ്പോൾ എന്നെ നിങ്ങളെ തെരഞ്ഞെടുത്തത് ഇങ്ങനെയൊന്നും അയ്യോ പൊത്തു എന്ന് പറഞ്ഞ് ജീവിക്കുവാനല്ല, ജീവിതം നശിച്ചു പോകുവാനല്ല, ഭയത്തിലും ബലഹീനതയിലും സംശയത്തിലും ഒക്കെ തീർന്നു പോകുന്ന ഒരു ആത്മീയ ഭൗതിക ജീവിതം. രണ്ടുകൊണ്ട് കേട്ടോ. ഭൗതിക ജീവിതം ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ആത്മീയ ജീവിതം സ്വന്തം ഭൗതിക ജീവിതത്തിൽ വളരെ നന്നായി ഉള്ളവരും വളരെ സാമ്പത്തികമായി മുന്നേറി നിൽക്കുന്നവരൊക്കെ പറയും, ഓ അതൊക്കെ നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്നാൽ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു ജനതയുണ്ട്. ഓരോ ദിവസവും നമ്മളൊക്കെ 3 നേരം ഭക്ഷണം കഴിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ടോപ്പ് 20% പെട്ടവരാണ്. ഒരു ദിവസം ഒരു മാസം 6000 രൂപ പോലും അല്ലെങ്കിൽ 5000 രൂപ പോലും ചെലവിന് കിട്ടാതെ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജീവിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആത്മീയത സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് ഭൗതികമായ ബ്രേക്ക് ത്രൂകളും ദൈവം കൊടുക്കുമെന്നുള്ള ധൈര്യം കൊടുക്കേണ്ടത് ഞാൻ നിങ്ങളുണ്ട്. കാരണം ഈ ദൈവശക്തി എന്ന് പറയുന്നത് അതിനുവേണ്ടി തന്നെ ദൈവം എനിക്കും വേണ്ടി അത്ഭുത വഴികൾ തുറക്കുക എന്ന് പറയുന്നത് ദൈവിക പദ്ധതിയാണ്. കാരണം എൻ്റെ ഉള്ളിലുള്ള ദൈവശക്തി ചിലപ്പോൾ അത് ദാരിദ്ര്യമായിരിക്കാം, ചിലപ്പോൾ അത് ശാരീരികമായ വേദനകളായിരിക്കാം, എഴുന്നേറ്റ് നടക്കാൻ മേലാത്ത പ്രയാസങ്ങളായിരിക്കാം. എനിക്കൊക്കെ വളരെ അറിയാം, വളരെ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്ന സഹോദരി സഹോദരന്മാരെ അറിയാം. ശരിക്കൊന്നും നടക്കാൻ മേലാത്ത, ശരീരത്തിൽ അനുഭവിക്കുന്ന വല്ലാത്ത വേദനകൾ, ശരിക്കും ദൈവകൃപ കൊണ്ട് മുന്നോട്ട് പോകുന്നവരെ എനിക്കറിയാം. അവരൊക്കെ സ്വതന്ത്രം എന്തിലാണ് ആശ്രയിക്കുന്നത്? ഈ വരുന്ന ഈ അളവറ്റ ദൈവശക്തി ഈ ദിവസങ്ങളിൽ ഒന്ന് നിറയുവാൻ ആ ദൈവശക്തിയിലാണ് അവർ മുന്നോട്ട് നടക്കുന്നത്. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ 2 കൊരിന്ത്യരിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, തന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. കാരണം ബലഹീനതയുള്ളപ്പോൾ അതിനകത്തേക്ക് ദൈവശക്തി ഇറങ്ങുമ്പോൾ തന്റെ ശരീരത്തിലെ ആ വേദന, ദ തോൺ ഇൻ ദ ഫ്ലെഷ്, ആ മുള്ള് തന്നെ വളരെ ഭാരപ്പെടുത്തുന്നുണ്ട്, തന്നെ വളരെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അത് മാറിയിട്ടില്ല. എന്നാൽ ഈ പറയുന്ന ഈ ദൈവശക്തി, ഈ പറയുന്ന പവർ, ദ ഡൈനാമിക് പവർ ഈ ദിവസങ്ങൾ ശരീരത്തിലേക്ക് ഇറങ്ങുമ്പോൾ താൻ അനുഭവിക്കുന്ന, ശരീരത്തിലും ആത്മീയവുമായി അനുഭവിക്കുന്ന ഒരു ദൈവകൃപ എന്ന് പറയുന്നത് വലുതാണ്. അത് കാരണം ഈ ദിവസങ്ങൾ ദുഃഖത്തിലൂടെയും പ്രയാസത്തിലൂടെയും സങ്കടത്തിലൂടെയും സംശയത്തിലൂടെയും ഒക്കെ കടന്നു പോകുമെങ്കിൽ ഈ ദിവസങ്ങളിൽ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ഒരു ഇന്നർ സ്പിരിച്വൽ സ്ട്രെങ്തിന് വേണ്ടി ഞാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, ആ ലേഖനത്തിൽ 14 പറയുന്നുണ്ട്, എന്താ പറയുന്നത്? അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന്, അവന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ. അപ്പം കമ്പയർ ചെയ്യുന്നത് ദൈവത്തിന്റെ റിച്ചസ് ആൻഡ് ഗ്ലോറിയെ പറ്റിയാണ്. വിച്ച് ഇസ് എനിക്കും നിങ്ങൾക്കും മെഷർ ലിമിറ്റ്ലെസ് ആണ്. എന്ത് അളവ് മാത്രം വെച്ച് അളക്കുവാൻ പറ്റിയത്? തന്റെ കാല് വെച്ചിരിക്കുന്നത് ലോകത്തിന്റെ മുകളിലാണ്. സിംഹാസനം, ആകാശത്ത് സിംഹാസനം, തന്റെ കാൽപാദം വെച്ചിരിക്കുന്നത് ലോകത്തിൽ. അത് ശരിക്കും പഠിക്കുമ്പോൾ സോളാർ സിസ്റ്റത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ മുകളിൽ എന്ന് പറയുന്നത്. അതായത് നാച്ചുറൽ, കാരണം ദൈവത്തിന്റെ ആ ക്രിയേറ്റീവ് പവർ, ക്രിയേറ്റർ ഗോഡ് സിറ്റ്സ് ഓൺ ടോപ്പ് ഓഫ് ദ ക്രിയേഷൻ. അത്രയേ ഉള്ളൂ. നമ്മൾ എത്ര അതിനെപ്പറ്റി ഡൈഗ്രസ് ചെയ്താലും നമുക്ക് പലപ്പോഴും പിടികിട്ടതില്ല. എന്നാൽ ദൈവത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ ഈ മഹിമാധനം എന്നത് മനസ്സിലാക്കുവാനാണ്. ഈ മഹിമാധനം സ്തോത്രം, അതനുസരിച്ച് എന്നെ നിങ്ങളെ നിറയ്ക്കുന്ന കുറെ ചില്ലറ പൈസകളെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. എന്റെ ഏറ്റവും ലോ ആയ സമയങ്ങളിൽ, എന്റെ ഏറ്റവും വിഷയമുള്ള സമയങ്ങളിൽ എന്നിൽ നിറയുന്ന
പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ ദിവസങ്ങൾ പറയുന്നുണ്ടല്ലോ, സ്തോത്രം. നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ അറിയാം, സ്തോത്രം. നമ്മുടെ ചാരിയറ്റിലിരുന്ന്, രഥത്തിലിരുന്ന് പോകുന്ന ആ ഷണ്ണൻ താൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നു. ഇത് എന്താണെന്ന് അറിയാൻ വരെ തന്റെ ആത്മാവിന്റെ ഒരു ആഗ്രഹമാണ്, ഇതെന്താണെന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. നോക്കുമ്പം ദേ നിൽക്കുന്നു രഥത്തിനൊപ്പം ഓടുന്ന ഫിലിപ്പോസ്. എങ്ങനെ ഫിലിപ്പ് എങ്ങനെ സംഭവിച്ചു? അതായത് സകല ബാരിയറുകൾ, ടൈമിന്റെ ബാരിയർ, സ്പീഡിന്റെ ബാരിയർ, സ്തോത്രം, സകലതിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്തോത്രം തന്റെ കൂട്ടത്തിൽ നടക്കുന്ന ദൈവവചനത്തിന്റെ പൊരുളുകൾ വെളിപ്പെടുത്തുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. അന്ന് സംഭവിച്ചാൽ ഇന്നും സംഭവിക്കാം. എന്തെങ്കിലും സംശയമുണ്ടോ? സ്തോത്രം. അതെ, ഈ സംശയമാണ് എന്നെ നിങ്ങളെ പുറകോട്ട് പിടിച്ചത്. സ്തോത്രം. ഈ ദിവസങ്ങൾ അത് കാരണം പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ഞാന് പറയുന്നത് 14-ാമത്തെ വാക്യം പറയുന്നത്, ഞാനൊന്ന് മുട്ടുകുത്താൻ, പിതാവിന്റെ സന്നിധിയിൽ ഒന്ന് മുട്ടുകുത്താൻ തയ്യാറാണ്. ഇതങ്ങോട്ട് തയ്യാറായി കഴിയുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഈ പിന്നെ അങ്ങോട്ട് വെളിപ്പെട്ട് അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും, അകത്തെ മനുഷ്യൻ ഈ ദിവസങ്ങളിൽ, അതായത് വളരെ സ്ട്രോങ് ആയ പീപ്പിൾ, വളരെ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പഠിക്കുമ്പോൾ അവർ വളരെ മെന്റലി സ്ട്രോങ് ആണ്. ലോകപ്രകാരം, അതായത് അവരെ ഡ്രൈവ് ചെയ്യുന്ന അവരുടെ മെന്റൽ സ്ട്രെങ്ത് ആണ്, അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല. കുറെയൊക്കെ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുമായിരിക്കും, കുറെ മസിലൊക്കെ പെരുപ്പിക്കാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ അതൊന്നും ജീവിതത്തിൽ നല്ലതാണ് കേട്ടോ. നല്ല ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇന്നത്തെ നടക്കം ചെയ്യേണ്ടി എല്ലാം ചെയ്യണം, അതൊക്കെ ശരിയാണ്. പക്ഷേ ജീവിതത്തിൽ വലിയ വിജയമായി കാണുന്ന പലരും വളരെ മെന്റലി സ്ട്രോങ് ആണ്, വളരെ വളരെ ശക്തരാണ്. അതായത് മാനുഷികമായി. എന്നാൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണമുള്ള ഈ ശക്തി, ഈ നിറവ് എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷന് വെളിയിലാണ്, നമ്മുടെ ഒന്നും ബുദ്ധിക്കപ്പുറത്താണ്. നമുക്ക് അളക്കാൻ പറ്റും പലതും. എന്നാൽ ഇതിനൊക്കെ, അതുകൊണ്ടാണ് ആ എഫേസ്യ ലേഖനം നമ്മൾ ആദ്യം വായിച്ചപ്പോൾ മനസ്സിലായത്, അതായത് അതേ ശക്തി ക്രിസ്തുവിനെ ഉയർത്തി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുത്തിയ അതേ ദൈവശക്തി തന്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ കാലത്തെ സഭകൾ എന്തെല്ലാം ഭീകരമായ മൂല്യച്യുതിയിലേക്കാണ് വീണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഇല്ല, ഇതിനെക്കുറിച്ച് പഠിക്കേണ്ട ആഗ്രഹമില്ല. അവര് വന്നു സൺഡേ, അന്ന് ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ട്, എല്ലാവരും കൂടി ഒന്ന് കൂടി അന്ന് പള്ളിയിൽ പോയില്ലെങ്കിൽ എങ്ങനെയാകുമെന്നുള്ള ഒരു മെന്റൽ എന്താ പറയുന്ന ഒരു കുത്ത് കാരണം, ഹൃദയത്തിലുള്ള ഒരു കുത്ത് കാരണം, ശരി ഞായറാഴ്ചയല്ലേ, അത് കാരണം അങ്ങ് പോയേക്കാം എന്നുള്ള ഒരു വഴി. എന്നാൽ ഈ ദൈവസഭ എന്ന് പറയുന്നത്, ഞാനൊരു മുറിയിൽ ഒതുങ്ങിയിരിക്കുന്ന ദൈവസഭയെ കുറിച്ചല്ല, അല്ലെങ്കിൽ ഹോളിൽ ഒതുങ്ങിയിരിക്കുന്ന ദൈവസഭയിലല്ല. പറഞ്ഞ സംഖ്യകൾ ഇത്ര പേരുണ്ടെന്ന് അഹങ്കരിക്കുന്ന ദൈവസഭയെ കുറിച്ചല്ല പറയുന്നത്. ദൈവം തെരഞ്ഞെടുത്ത, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത ഒരു ദൈവസഭ പണിയപ്പെടുന്നുണ്ട്. അവരുടെ മേൽ ദൈവം പകരുവാൻ ആഗ്രഹിക്കുന്ന ഈ ദൈവശക്തിയുടെ ഭാഗമാകണമെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത ഈ സഭയുടെ ഭാഗമാകണം. സ്തോത്രം. ലോകത്തിനെയും മനുഷ്യനെയും എല്ലാം കൂടെ ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന പരിപാടിക്കൊക്കെ ഈ ദിവസങ്ങൾ വ്യത്യാസം വരണം. നമ്മൾ ആദ്യമായി പഠിക്കേണ്ടത് പറഞ്ഞില്ല, നമ്മൾ മെന്റലി സ്ട്രോങ് ആയി കഴിയുമ്പോണ്ടല്ലോ, നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ ബലപ്പെട്ട് കഴിയുമ്പോൾ ചിലതിനോടൊക്കെ ഇങ്ങനെ വിരല് ചൂണ്ടി നോ എന്ന് പറയുവാൻ പറ്റത്തില്ലെന്ന് പറയുവാൻ ഉള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണമെന്ന് ദൈവാത്മാവ് ചിലരോട് ഇടപെടുന്നുണ്ട്. ചിലരെ നീക്കി നിർത്തേണ്ടടുത്ത്, മാറ്റി നിർത്തേണ്ടടുത്ത് വളരെ ശക്തമായി സ്നേഹത്തോടെ നോ എന്ന് പറയുവാൻ ഈ ദിവസങ്ങൾ കൃപ പ്രാപിക്കണം. ലോകം നമ്മുടെ മുകളിൽ റൂൾ ചെയ്യാൻ അനുവദിക്കരുത്. നിർത്തേണ്ടതിനെ ഹാർഷായിട്ടോ വളരെ ക്രൂരമായിട്ടോ ഒന്നും സംസാരിക്കണമെന്നല്ല പറയുന്നത്. എന്റെയും നിങ്ങളുടെയും ഉള്ള ഒരു പുരുഷത്വത്തിന്റെ ആത്മാവുണ്ട്, ഒരു ആധികാരിക
ധാർമ്മികതയുടെ ആത്മാവുണ്ട്. ആ ആത്മാവിനിൽ ശരീരം ബലഹീനമെങ്കിലും ആമീൻ, എന്നാൽ ഈ ആത്മാവിന്റെ നിറവിൽ ഇല്ല എന്ന് പറയുമ്പോൾ ചിലത് നിർത്തേണ്ടടുത്ത് നിൽക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്. ആമീൻ, സ്തോത്രം. ശരീരത്തിന് സൗഖ്യമില്ലാതായിരിക്കും. അവൻ പ്രാർത്ഥിച്ചിട്ട് കർത്താവേ വിടുതലുകൾ ഇല്ലല്ലോ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സാമ്പത്തിക വിഷയത്തിൽ ആമീൻ ഭയങ്കരമായ ഒരു തകർച്ച നേരിടുന്നുണ്ടായിരിക്കും. എന്ത് ചെയ്യണമെന്നൊക്കെ പല വിഷയങ്ങൾ, കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള വിഷയങ്ങളായിരിക്കും. എന്നാൽ ആമീൻ എല്ലാ രീതിയിലും, അതായത് എന്റെ ഫിസിക്കൽ സെൽഫിനെ ആമീൻ തകർത്ത് കളയുവാനും എന്നെ അങ്ങ് ഇല്ലാതാക്കുവാനും പല ശക്തികൾ നോക്കുമ്പോൾ എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ആമീൻ സ്തോത്രം എന്റെ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെടുവാൻ, ഈ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് കഴിയുമ്പോഴാണ് ആമീൻ ഈ മൂന്നാമത്തെ അധ്യായത്തിന്റെ അവസാനം ആമീൻ നമ്മൾക്ക് ഇത്രയും ആമീൻ പറയാം. അതുകൊണ്ടാണ് ഈ അകത്തെ മനുഷ്യൻ അങ്ങോട്ട് ബലപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഞാൻ ചോദിക്കുന്നതും പറയുന്നതിന്റെ ഒക്കെ അപ്പുറത്താണ് ദൈവിക പദ്ധതി എന്ന് നമുക്ക് മനസ്സിലാവും. പൗലോസിന്റെ യാത്രയെക്കുറിച്ചും പൗലോസിന്റെ യാത്രകൾ, പൗലോസ് പോയ വഴികൾ, താൻ കടന്നുപോയ അവസ്ഥകളൊക്കെ എല്ലായിടത്തും ആമീൻ ദൈവം പറഞ്ഞ അവസാന നിമിഷം വരെ തന്നെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിച്ചില്ല. തോൽവി എന്ന് തോന്നിയത് ജയമായി മാറും. ആമീൻ. പൗലോസും ശീലാസും കൂടെ ദേ കിടക്കുന്നു ജയിലിനകത്ത്, പക്ഷെയോ അവിടെ നടക്കുന്ന ഏറ്റവും വലിയ ക്രൂസൈഡായി അത് മാറും. എന്നെ നിങ്ങളെ എവിടെ കൊണ്ടുപോയി നിർത്തുന്നോ, വി ആർ ഓൾവേസ് വിക്ടോറിയസ് ഇൻ ക്രൈസ്റ്റ്. കാരണം ഈ ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് എനിക്കും നിങ്ങൾക്ക് ഒരു വെളിപ്പാട് ലഭിച്ചാൽ കാര്യം രക്ഷപ്പെട്ടു. പൗലോസിനുണ്ടായ പൗലോസിനുണ്ടായ ഒരു ഡെലിവറൻസ് എന്ന് പറയുന്നത് ഡെമസ്കോസിൽ വെച്ചുണ്ടായ ഈ വെളിപ്പാടാണ്. താൻ കാണുന്ന തന്റെ ബുദ്ധിക്കപ്പുറത്ത് പ്രവർത്തിച്ച സൂര്യനേക്കാളും വെളിച്ചമുള്ള അതായത് അന്ന് ഞാൻ പൂർണ്ണമായും അവന്റെ സൂര്യൻ മിക്കവാറും ന്യായപ്രമാണമായിരുന്നായിരിക്കും. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ന്യായപ്രമാണം മുഖാന്തരം താൻ അനുഭവിച്ച അധികാരവുമായിരിക്കണം അല്ലേ? അപ്പോൾ എന്തും ചെയ്യാനുള്ള ഒരു, അതായത് ഒരു രാജ്യത്ത് ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ജോഗ്രാഫിക്കൽ ബൗണ്ടറിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പവർ, ഒരു അധികാരം. പക്ഷേ ഹല്ലേലൂയ, അതാണ് താൻ സൂര്യൻ എന്ന് ചിന്തിച്ചപ്പോൾ, അതാണ് തന്റെ പവർ എന്ന് ചിന്തിച്ചപ്പോൾ, ഇതിനെയെല്ലാം ബ്രേക്ക് ചെയ്യുന്ന വചനത്തിന്റെ വെളിപ്പാട് വളരെ വ്യക്തമായി സ്തോത്രം താൻ കണ്ടു കഴിഞ്ഞപ്പോൾ താൻ മനസ്സിലാക്കി, താൻ ഇത്രയും നാൾ കണ്ടതോ പഠിച്ചതോ അനുഭവിച്ചതോ ഒന്നുമല്ല. സ്തോത്രം, ക്രിസ്തുവിന്റെ ഒരു അപ്രമേയ ധനമുണ്ട്. ഈ ദിവസങ്ങൾ ഈ ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് നമ്മൾ പലരോടും പറയുവാൻ തയ്യാറാകണം. നിങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ അനുഭവിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ പറയും നമ്മൾ കൊച്ചായിരിക്കുമ്പോഴൊക്കെ ഈ കോമിക് ബുക്കും ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ? രാജാക്കന്മാരുടെ വലിയ ഈ ഇതൊക്കെ തുറക്കുമ്പോൾ, ലോക്കറുകൾ അല്ലെങ്കിൽ മുറികളൊക്കെ തുറക്കുമ്പോൾ അതിനകത്ത് വില പിടിച്ച മുത്തുകളും സ്വർണവും ഒക്കെ കൂട്ടിയിട്ടേക്കുന്ന പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ആ വാതിൽ തുറക്കുന്നത് വരെ അറിയാൻ പറ്റില്ല, തുറന്നു കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് മഞ്ചിപ്പോകുന്നത് പോലത്തെയുള്ള റിച്ചസ്. അതാണ് പറയുന്നത്. ഈ വെളിപ്പാടിന്റെ കണ്ണ് എനിക്കങ്ങോട്ട് സ്തോത്രം, എന്റെ കണ്ണിൽ നിന്ന് ചിലത് പൊഴിഞ്ഞു വീണ് കഴിയുമ്പോൾ ഈ ദിവസങ്ങൾ യു ആർ ഗോയിങ് ടു സീ വാട്ട് ഗോഡ് ഈസ്. എന്താണ് വാട്ട് ഈസ് ദിസ് റിച്ചസ് ആൻഡ് ഗ്ലോറി? ഈ മഹത്വത്തിന്റെ ധനം എന്താണെന്ന് അറിയുവാൻ ദൈവം ഈ ദിവസങ്ങൾ കൃപയ്ക്കായി പ്രാർത്ഥിച്ചോണം. ആമേൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ. താഴോട്ട് വരുമ്പം, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അപ്പൊ എന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് അതാണ് പറയുന്നത്. ഹല്ലേലൂയ. പറയുന്നത് so that Christ may dwell in your hearts through the faith. അപ്പൊ വിശ്വാസത്താലാണ്. അപ്പം കാണുന്നതല്ല. കാരണം ഈ ചില കാര്യങ്ങൾ എന്റെ കണ്ണിന്റെ, അതല്ലെങ്കിൽ എന്റെ ഫിസിക്കൽ ഐസും കൊണ്ട്, എന്റെ കാഴ്ചയും കൊണ്ട് കാണാവുന്നതിന് ഒരു ആംഗിൾ ഉണ്ടല്ലേ? അല്ലെങ്കിൽ ഞാൻ തൊടുന്നതും കൊണ്ട് അനുഭവിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഫെയ്ത്ത്, അതിന്റെ അപ്പുറത്താണ് ദൈവശക്തിയും ദൈവിക ജ്ഞാനവും ദൈവിക പദ്ധതികളും എല്ലാം ലോകത്തിന്റെ അപ്പുറത്താകുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ സെൻസുകൾ കൊണ്ട് സെൻസ് ചെയ്യാൻ മേലാത്ത, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ മേലാത്തതിനെ വിശ്വാസത്താൽ ഈ ദിവസങ്ങൾ കാണുവാൻ വേണ്ടി തുടങ്ങും. സ്തോത്രം. പൗലോസ് കണ്ടത് അതാണ്. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ സ്തോത്രം, അബ്രഹാം കണ്ടത് അതാണ്. താൻ ഇറങ്ങിത്തിരിച്ചു. എങ്ങനെ? അതുകൊണ്ടാണ് വിശ്വാസം നീതിയായി കണ്ടത്. ഈ
ഫെയ്ത്ത് ഈസ് ഈക്വൽ ടു ജസ്റ്റിസ് വിത്ത് ഗോഡ്. അപ്പം വിശ്വാസവും നീതിയും ഒരുമിച്ച് നമ്മൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ വിത്ത് ഗോഡ്, ദൈവവുമായി ബന്ധപ്പെട്ട് വിശ്വാസ നീതിയായി കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ അതായത് അതപ്പം അവിശ്വാസം എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? അവിശ്വാസം അനീതിയായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ പലപ്പോഴും വിഷയങ്ങളുടെ മുൻപിൽ വെച്ച് തകർന്നു പോകുന്ന ഇല്ല എന്ന് സ്തോത്രം തീരുമാനമാകുന്ന ചില വിഷയങ്ങളിൽ ദൈവീയ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകും. കട്ടിലേക്ക് കടന്നു പോകുന്ന അവസ്ഥകളായിരിക്കും, നടക്കാൻ മേലാത്ത അവസ്ഥകളായിരിക്കും, ശരീരത്തിൽ സഹിക്കാൻ മേലാത്ത വേദനകളായിരിക്കും, മാനസികമായും ശാരീരികമായും നമ്മളെ തകർത്ത് കളയുന്ന വിഷയങ്ങളായിരിക്കും. എന്നാൽ വിശ്വാസത്താൽ 90-ാമത്തെ വയസ്സിൽ താൻ ഏൽപ്പിച്ച താൻ കേട്ട സ്തോത്രം വാഗ്ദത്തം നിവൃത്തിയായി. സ്തോത്രം അബ്രഹാമിന്റെ ജീവിതത്തിൽ, സാറായിയുടെ ജീവിതത്തിൽ സ്തോത്രം 90-ൽ കേട്ടത് നടക്കുന്ന കാര്യമല്ല. എന്നിട്ടും പറയുന്നത് കണ്ടത് ഒരു മകൻ ഇസ്ഹാക്കിനെ, എന്നാൽ പറയുന്നത് അവൻ കടൽക്കരയിലെ മണ്ണ് പോലെ, ആകാശത്തിലെ നക്ഷത്രം പോലെ. അതാ സ്തോത്രം ജാതികൾ സ്തോത്രം നിന്റെ സന്തതിയാവും. ക്രിസ്തുവിലൂടെ അത് സംഭവിച്ചു. ആ അപ്രമേയ ധനം, അതാണ് സ്തോത്രം പൗലോസ് ഇതുവരെ അനുഭവിക്കാത്തതാണ് അനുഭവിക്കുവാൻ വേണ്ടി തുടങ്ങിയത്. ഇന്ന് എന്റെ വചനം അല്ലെങ്കിൽ ദൈവം, എന്റെ എന്ന് പറയാൻ എനിക്കൊരു യോഗ്യതയില്ല, ക്ഷമിക്കണമേ കർത്താവേ. ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങൾ സ്തോത്രം ഹൃദയത്തിലെ ചില ബ്ലോക്കുകളൊക്കെ മാറട്ടെ. സ്തോത്രം ശാരീരികമായ തളർച്ചകളൊക്കെ മാറട്ടെ. ഈ ദിവസങ്ങൾ വിശ്വാസത്താൽ ഈ ദിവസങ്ങൾ ചില വെളിപ്പാടുകളിലേക്ക് നടക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം സ്തോത്രം അതുകൊണ്ട് താഴെ പറഞ്ഞത്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ. അപ്പം whatever I ask. അപ്പൊ ഈ കാര്യം വൈ ഡിഡ് ദേ ആസ്ക് ദാറ്റ്? അങ്ങനത്തെ ഒരു വാക്യം എന്തുകൊണ്ട് ഉപയോഗിച്ചു? പറയുന്നത് നൗ ടു ഹിം മോർ അബണ്ടന്റ്ലി ദാൻ ഓൾ വി ആസ്ക് ഓർ തിങ്ക്. അപ്പം അതിന്റെ അർത്ഥം അത് എന്റെ ഡെസിബൽ ലെവൽ, അല്ലെങ്കിൽ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നതിന് ഒരു 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 ലിമിറ്റ് ഉണ്ട്. എനിക്ക് ചിന്തിക്കുന്നതിന് ലിമിറ്റ് ഉണ്ടോ? നമ്മൾ ചിന്തിച്ചിരുന്നു. രണ്ട് ലെവലിലാണ് പൗലോസ് നമ്മളോട് ഇടപെടുന്നത്. നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ നിങ്ങളെ ആരെയും കാണാൻ മേല, നമ്മുടെ മീറ്റിംഗ് എങ്ങനെയാണ് പോകുന്നതിനകത്ത് എനിക്ക് പ്രയാസമൊന്നുമില്ല. പറഞ്ഞത് സ്വതന്ത്രം നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന എവിടം വരെ കൊച്ചായിരിക്കും. ചെറുപ്പക്കാർ കാണും, മിഡിൽ ഏജ് കാണും, പ്രായമുള്ളവർ കാണും. അപ്പൊ നമ്മള് പല കാര്യങ്ങൾ ചിന്തിക്കും. ചിന്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലിമിറ്റും ഇല്ല. അത് പറയും, ചിന്ത എന്ന് പറയുന്നത് നല്ലതോ തീയതോ ഒക്കെ ആണെങ്കിലും അതൊരു കടിഞ്ഞാണില്ലാത്തൊരു കുതിര, അത് എവിടെ വേണേ പോവാം, എങ്ങോട്ട് വേണേ പോവാം. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ ഇരുന്നിരുന്ന് ചിന്തിച്ച് ഇവിടെ ഇരിക്കും. ഞാൻ എന്റെ കസേരയിൽ ഇരുന്ന് ചുമ്മാ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ അവിടുന്ന് US പോവും, US കാനഡ പോവും, കാനഡയിൽ നിന്ന് ലോകം മുഴുവൻ കറങ്ങി. അതായത് അത്യാവശ്യം ഇലോൺ മസ്കിന്റെ പുതിയ റോക്കറ്റ് വരെ കയറി, ഇലോൺ മസ്ക് വിട്ട സ്പേസ് വരെ പോകാൻ എനിക്ക് നിങ്ങൾക്കും തയ്യാറാണ്, നിങ്ങൾക്കും സാധിക്കും. അതെ, അപ്പൊ നമ്മുടെ അവർ ഇമാജിനേഷൻസ് ക്യാൻ സോർ എന്നൊരു വാക്കുണ്ട്. അതായത് നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇതെല്ലാം ഫാന്റസികളൊക്കെ എങ്ങോട്ട് വേണേ കയറാം. പക്ഷേ ദൈവവചനം പറയുന്നത് അതിനേക്കാളും what more do you? ഞാൻ ആഗ്രഹിക്കുന്ന ഇത് ലോകപ്രകാരമായ കുറെ കാര്യങ്ങൾ നേടുന്നതിൽ മാത്രം ഒതുങ്ങരുത്. അല്ലെങ്കിൽ ആത്മീയമായി ദൈവം എന്നെ പ്രയോജനപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ there is no limit he can stop you. ഒരു ലെവലില്ല, ലിമിറ്റ് ഇല്ല. അതുകൊണ്ടാ പറയുന്നത്, കണ്ടോ, ബിക്കോസ് ഓഫ് ദ പവർ വിത്തിൻ us. എന്റെ ഉള്ള ശക്തി, ആ പവറിന്റെ വാക്ക് എന്താന്ന് ഞാൻ നോക്കേണ്ട ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് വീണ്ടും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സൂപ്പർ അബണ്ടന്റ് എന്നാണ്. അതായത് സൂപ്പർ അബണ്ടന്റ് പവർ, അതായത് ലിമിറ്റ്ലെസ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മളല്ലെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇടിമിന്നൽ, അല്ലെ? ഇടിയും മിന്നലും തിരിച്ചാണ്, മിന്നലും ഇടിയും കൂടിയാണ്. മിന്നൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സോ പവർഫുൾ ദാറ്റ് ഇറ്റ് കനോട്ട് ബി ക്യാപ്ചേർഡ്. അതായത് നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുള്ള അത്രയും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തത് നമുക്ക് അതിനെ ഒന്ന് ബോട്ടിൽ ചെയ്യാൻ പറ്റിയാൽ, അതിനെ ഒന്ന് ഒരു പാത്രത്തിലാക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു ജനറേറ്ററിലാക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്നത്തെ കാലമൊക്കെ ഗ്രിഡൊക്കെ നമ്മൾ ഏതെങ്കിലും ഗ്രിഡിലൊക്കെ കൊടുക്കാൻ പറ്റിയാൽ ലോകത്തെ ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ
ഒരൊറ്റ ഇടിമിന്നലും കൊണ്ട് തീരും. അത്രയും വലുതാണ് അതായത് രണ്ട് ക്ലൗഡുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ പവർ. അപ്പൊ പറയുന്ന അതിനൊരു ലിമിറ്റ് ഇല്ല, അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ്, ഏകദേശം ആ അർത്ഥത്തിലാണ് ഇവിടുത്തെ ഈ സൂപ്പർ അബണ്ടൻസ് അല്ലെങ്കിൽ ഡൈനാമിക് കണ്ടില്ലേ നമ്മള് പണ്ടത്തെ ആൾക്കാരൊക്കെ ഞങ്ങളുടെയൊക്കെ അടുത്തൊക്കെ ഈ പാറമടകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പാറ പൊട്ടിക്കുമ്പോൾ ദൂരേന്ന് അവര് ആ വെടിമരുന്ന് നിറച്ച് തീ ഇടുന്നതിന് മുമ്പ് അവരുടേതായ ഒരു ശബ്ദത്തിൽ ഒരു ഒച്ച ഉണ്ടാക്കും. ആ പ്രദേശത്തെങ്ങും ആരും നിൽക്കരുതെന്നാ പറയുന്നത്. കാരണം അതായത് ഒരു വളരെ ചെറിയ ചെറിയൊരു ഒരു കിഴുത്തേൽ കൂടെ കുറച്ച് വെടിമരുന്ന് ചില്ലറ ഗ്രാമുകൾ ഇട്ട് കഴിയുമ്പോൾ ഒരു 2 ലോഡ് ലോറിക്കുള്ള കരിങ്കല്ല് പൊട്ടാൻ മാത്രം ശക്തി ഈ വെടിമരുന്നിനുണ്ട്. അതിനകത്തൊക്കെയാണ് ഈ ഡൈനാമിക്, ഈ വാക്കിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഡൈനാമിറ്റ് എന്നൊക്കെ പറയുന്ന വാക്കുണ്ടാക്കുന്നത്. അതായത് ഞാൻ കയറി ചെല്ലുമ്പോൾ ഇതിന്റെ അർത്ഥം ആ ദേശത്തെ ഭരിക്കുന്ന ദേശത്തിന്റെ ശക്തികളുണ്ട്, അതിനെയൊക്കെ തകർക്കുവാൻ പറ്റിയ ദൈവശക്തിയുടെ അധികാരത്തിന്റെ ദൈവശക്തിയാണ് ഈ ദിവസങ്ങൾ സ്വതന്ത്ര ദൈവസഭ പണിയപ്പെടുന്നതിലും ദൈവിക ജനത്തിന്റെ വിടുതലിനും എതിരായി നിൽക്കുന്ന ഒരു പവർ എന്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അത് തിരിച്ചറിയുവാൻ ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചോണം. ഈ ഒരു തിരിച്ചറിവെന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും ഏത് ലെവലിൽ കൊണ്ടുപോകുമെന്ന് സ്തോത്രം എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് പൗലോസ് പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതാ. ഞാൻ നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലികളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലികൾ മിക്കവാറും ഒക്കെ എന്താ ഒരു ലിസ്റ്റുകളാണ്. അതായത് പറഞ്ഞ മനുഷ്യനെ ഐ ആം നോട്ട് ബ്ലെയിമിങ് എനിബഡി, എവറിബഡി ഈസ് പാസിംഗ് ത്രൂ ഇഷ്യൂസ്. എല്ലാവരും വിഷയങ്ങളിലൂടെയാ പോകുന്നത്. നോക്കുമ്പോൾ മുമ്പിൽ ഒത്തിരി വിഷയങ്ങളാണ്. പക്ഷേ എന്റെ പ്രാർത്ഥനയുടെ ശൈലി ഒന്ന് മാറ്റുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ, കാരണം പൗലോസ് എഫേസ്യ ലേഖനത്തിൽ ഒക്കെ നമ്മൾ പഠിക്കുമ്പോഴും ജനത്തിന്റെ അവയർനെസ്സിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ജനം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതോർത്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഹൃദയക്കണ്ണുകൾ തുറക്കുവാൻ, അകത്തെ മനുഷ്യൻ ആരാണെന്ന് അറിയുവാൻ ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അതിനകത്ത്, അതായത് നമ്മുടെ ഈ പണ്ട്, ഇപ്പൊ റീഡേഴ്സ് ഡൈജസ്റ്റ് ഒന്നുമില്ല, പഴയ ഒരു റീഡേഴ്സ് ഡൈജസ്റ്റ് ഞാൻ വായിച്ചു ഓർക്കുന്ന ഒരു ചെറിയ ലേഖനം, അതായത് പവർ ഓഫ് ദ മൈൻഡ് എന്നും പറഞ്ഞ് അപ്പം പറയുന്നത്, എനിക്ക് തോന്നുന്ന, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ എന്റെ 12th പഠിക്കുന്ന സമയത്തൊക്കെയാണ് വായിച്ചത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജാപ്പനീസ് വേ ഓഫ് കൺട്രോളിങ് ദ മൈൻഡ് എങ്ങാണ്ട എന്നാ എന്റെ ഓർമ്മ. അപ്പൊ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അവര് പറയുന്നത് അത് അവര് ഫോട്ടോ വെച്ച് കാണിക്കുന്നുണ്ട്. അതായത് കണ്ണും കൊണ്ട് നോക്കി തന്നെ സ്പൂണുകളൊക്കെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പൂണുകളൊക്കെ വളയ്ക്കുന്നതായിട്ടൊരു ചെറിയ ഓർമ്മയുണ്ട്. കാരണം അത് പറയുന്നത് ഇറ്റ് ഈസ് ദ പവർ ഓഫ് മൈൻഡ്, മനസ്സിന്റെ പവറാണ്. അതാണ് അതായത് എന്റെ മെന്റൽ പവർ അതിനെ ശരിക്കും വേണ്ട പോലെ റൂട്ട് ചെയ്താൽ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ ഓർക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് സ്തോത്രം അതല്ല, എന്റെ സ്പിരിച്വൽ മാൻ, എന്റെ അകത്തെ മനുഷ്യൻ ഈ ദിവസങ്ങളിൽ ഒന്ന് ബലപ്പെടുവാനും ആ അറിവിലേക്കൊന്ന് ചെല്ലുവാനും ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങണം. സ്തോത്രം. ഇത് മാത്രമാണ് ഈ ദിവസങ്ങൾ ജയാളിയായി നടക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ അതങ്ങോട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഈ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരുമ്പോൾ, നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ സുവിശേഷങ്ങളിൽ പഠിക്കുന്നുണ്ട്. ഒരു കാര്യം എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയമുണ്ട്. പത്രോസ്, ഹി വാക്സ് ഓവർ വാട്ടർ, വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കും. മുങ്ങിപ്പോവോ ഇല്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡ് തിങ്. എന്തായാലും അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും വീരന്മാരൊക്കെ നമ്മൾ ഒത്തിരി പേര് ചുറ്റും ഇരുന്ന് കമന്റ് ചെയ്യും കേട്ടോ, നീ എന്താണ് അവിശ്വാസമാണ്. ഞാൻ പറയും, ഇത്രയും വിശ്വാസമുള്ള വേറൊരു പത്രോസിനെ പോലില്ല. പത്രോസ് നടന്നു, ബാക്കിയുള്ളവരൊക്കെ സൈഡിൽ ഇരുന്ന് കമന്റ് പറഞ്ഞു. പലപ്പോഴും നമ്മൾ ആത്മീയമായ സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ, വിശ്വാസത്തിന്റെ കാൽവെപ്പുകൾ വെക്കുമ്പോൾ, കൂട്ടത്തിൽ കോട്ട് അൺകോട്ട് വിശ്വാസികൾ എന്ന് പറയുന്ന, അല്ലെ ദൈവസഭയിലുള്ളവർ തന്നെ പറയും, ഇവനൊക്കെ എന്തൊരു മണ്ടന, ഈ ബുദ്ധിയുണ്ട് ഇവൻ ചെയ്യുവോ എന്നൊക്കെ പറയും. പൗലോസിന് ക്രിസ്തുവിനെ കണ്ടാ പിന്നെ തലങ്കം വിലങ്കം നോട്ടയില്ല, എന്തും ചെയ്തു കളയും. ക്രിസ്തുവിന് വേണ്ടി എന്തും ചെയ്തു.
അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. അപ്പൊ ക്രിസ്തുവിനെ കണ്ടപ്പോ ക്രിസ്തു വെള്ളത്തിൽ കൂടെ നടക്കുന്നു. ആമേൻ. അവൻ അറിഞ്ഞോണ്ടാ, അവൻ അറിയാതെ അവന്റെ ഉള്ളിൽ ഒരു വെളിപ്പാടുണ്ടായി. ക്രിസ്തു പിന്നെ പറയാൻ പോവുക, ഞാൻ ചെയ്തതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യാൻ പോവാന്ന്. എനിക്ക് തോന്നുന്നത് ആ വെളിപ്പാട് ചിലപ്പോ അവന്റെ ഹൃദയത്തിൽ അവന് മനസ്സിലായി കാണത്തില്ല. അത് കണ്ടപ്പോ ഓർത്തക്കോ, പൗലോ ക്രിസ്തുവിന് നടക്കാൻ വേണ്ടി എന്തുകൊണ്ട് എനിക്ക് നടക്കാൻ മേല, എനിക്ക് നടക്കാം. അപ്പം ഇതുവരെ ഇല്ലാഞ്ഞ ഫിസിക്കൽ പ്രോപ്പർട്ടികളെ ഒക്കെ തകർത്തുകൊണ്ടാണ് താൻ മുന്നോട്ട് നടക്കുന്നത്. അതിന്റെ നാളെ നിങ്ങൾ വന്ന് എന്നാ അവിടെ കോട്ടയാണ് മീനച്ചിലാറ്റിൽ കൂടെ നടക്കാനല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, സി വെൻ വി സീ ഗോഡ് ഇൻ എ ഡിഫറെന്റ് ആംഗിൾ വർക്കിംഗ് ഇൻ യു, ദൈവത്തെ നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു പുതിയ കാഴ്ചപ്പാടിൽ കാണുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ, എനിക്കെതിരായി ഉയർന്നു വരുന്ന ലോകപ്രകാരമായിട്ടുള്ള എന്ത് വിഷയങ്ങളായി അതിനെ ഓവർകം ചെയ്യുവാൻ, അതുകൊണ്ട് ഓവർകമേഴ്സ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിലൂടെ ജയാളിയാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പം വി ബ്രേക്ക് ഓൾ ബാരിയേഴ്സ് ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടി സകല ബാരിയറുകളും ബ്രേക്ക് ചെയ്യും. സ്തോത്രം എഴുതുന്നതായി. എന്നാൽ നാം ചോദിക്കുന്നതിലും നിனைക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അപ്പം ഇതൊരു ഫൈനാലിറ്റിയാണ് സ്റ്റേറ്റ്മെന്റ്. ഇത് കഴിയുമെന്നുള്ളതാണ്. അപ്പം സഭയിലും ക്രിസ്തയേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. അപ്പം അതിനെ ടൈം ബാരിയർ ക്ലോസ് ചെയ്യുക. എന്നേക്കും. കാരണം ഇത് കഴിയുന്നവര്. അപ്പം ക്രിസ്തു എന്ന ദൈവം തൃത്വം എന്താണെന്നുള്ളത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇപ്പൊ അത് കാരണം പലപ്പോഴും നമ്മൾ ഓർക്കും, നമുക്ക് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുമല്ലോ. സി, ഞാൻ പറയും, പ്ലീസ് കൺസിഡർ യുവർ സെൽഫ്. എന്നെ നിങ്ങളെ തന്നെ ചിന്തിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. എന്റെ നാമം ദുഷിക്കാതെ നോക്കുവാണ് ഏറ്റവും നല്ലത്. ക്രിസ്തുവിന്റെ നാമം ക്രിസ്തു നോക്കിക്കോളൂ. സ്തോത്രം. കാരണം എന്താണ്? ക്രിസ്തുവിൽ വിശ്വാസം അല്ലെങ്കിൽ തൃത്വത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പലപ്പോഴും ഈ ചിന്തിക്കുന്നതൊന്നും ജീവിതത്തിൽ സംഭവിക്കുക പോലുമില്ല. അപ്പോൾ ഈ ദിവസങ്ങൾ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇമേജ് ശരിയാക്കുന്നതിന് പകരം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ക്രിസ്തീയ ജീവിതം നേരെ ചൊവ്വയൊന്ന് ജീവിക്കുവാൻ വേണ്ടി തുടങ്ങുക. എന്റെ ജീവിത ശൈലികളിൽ ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ. കുറച്ചുകൂടി ദൈവാത്മാവ് ഇടപെട്ട പോലെ വിഷയങ്ങൾ എന്റെ ക്രിസ്തീയ ജീവിതത്തിലും എന്റെ വിഷയങ്ങൾക്കും ആരെങ്കിലും അതൊരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, അതൊരു കൂട്ടമായിക്കോട്ടെ, അതൊരു കമ്പനി ആയിക്കോട്ടെ, അത് ഒരു മീഡിയ ആയിക്കോട്ടെ, അതൊരു പ്രശ്നമാണെങ്കിൽ അതിനെ മാറ്റി നിർത്തുവാൻ ഉള്ള ചങ്കൂറ്റം, അതിനെ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി ഇനി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് നടക്കത്തില്ല എന്ന് പറയുവാനുള്ള ചങ്കൂറ്റം ഈ ദിവസങ്ങളിൽ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. കാരണം ദൈവിക പദ്ധതി എന്ന് പറയുന്നത് സ്തോത്രം അതാണ്. ദൈവിക പദ്ധതി ഈ എന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നതാണ്. സ്തോത്രം. കണ്ടോ? അതിന്റെ മുമ്പിൽ 17ാമത്തെ വാക്യം ഒന്ന് വായിക്കോ സിസ്റ്റർ. 17th verse. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ അതായത് ഒരു ദൈവ സ്നേഹത്തെ കുറിച്ച്, അതായത് പരിജ്ഞാനത്തെ കവിയുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. അപ്പൊ അതായത് ലോക പരിജ്ഞാനത്തെ കവിയുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. അതൊന്നും മനസ്സിലാക്കുക. കണ്ടോ പറയുന്നത്, ആൻഡ് ടു നോ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ദാറ്റ് സർപാസസ് നോളജ്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസ്നേഹം. അപ്പം ആ ഒരു ദൈവസ്നേഹമാണ് ക്രിസ്തുവിലുണ്ടായിരുന്നത്. സകലരും തന്നെ ഒരു കാര്യവുമില്ലാതെ, നമ്മൾ ഒത്തിരി തവണ കേട്ടില്ല, തന്നെ ഒറ്റവാക്കൽപ്പെട്ടെ പ്രയാസപ്പെടുത്തിയപ്പോഴും, തന്നെ ഉപദ്രവിച്ചപ്പോഴും, തന്നെ തുപ്പിയപ്പോഴും ഇതൊന്നും തന്നെ ഏശിയില്ല. ഇപ്പം നമ്മള് ആരെയും അങ്ങനെ ക്ഷമിക്കുന്നവരെന്ന് ഞാൻ അണ്ടർമൈൻ ചെയ്യുന്നതല്ല. ഇപ്പം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടായ ഉപദ്രവത്തിന് ചിലര്
ക്ഷമിച്ചു. അതൊക്കെ മനോരമയിലൊക്കെ ഒരു ന്യൂസ് വരും. അവര് കാരണം ഞാൻ ക്ഷമിക്കാനാണ് പഠിച്ചിരിക്കുന്നത്. അത് തന്നെ അതൊരു അഹങ്കാരത്തിന്റെ ഒരു ലെവലുണ്ട്. പലപ്പോഴും നമ്മൾ പ്രസംഗിക്കുമ്പോഴും ഒക്കെ ആ അഹങ്കാരം പലപ്പോഴും ദേവദാസന്മാർ കയറി വരുന്നുണ്ട്. അത് വേറൊരു കാര്യം, അത് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഞാൻ എന്നൊരു ഭാവവും ഈ സ്വയനീതിയും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പിന്നെ ആത്മീയ ജീവിതം അർത്ഥമില്ലാതെയായി പോകും കേട്ടോ. ഐ മീൻ സ്വത്ര, അത് പോട്ടെ, അത് വേറൊരു കാര്യം. അപ്പൊ ഇവിടെ ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് അതൊരു ഓട്ടോമാറ്റിക് ആയിരുന്നു അദ്ദേഹത്തിന്. അവിടെ പിന്നെ ഈ വേറെ വേറെ പിന്നെ പുറംപൂച്ചുകളൊന്നുമില്ല. കർത്താവ് ഇവർ ചെയ്യുന്ന ഇവരെന്തെന്ന് അറിയുന്നില്ല. ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. എന്താണെന്ന് പോലും അവർക്ക് അറിയാൻ മേല. ഞാൻ ആരാണെന്ന് അവർക്ക് അറിയാൻ മേല. അതിന്റെ ഒരു ദുഃഖമുണ്ടായിരുന്നു. ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് നന്നായിട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കുറെ പേരെങ്കിലും വന്നു. എനിക്ക് തോന്നുന്നു ആ പ്രാർത്ഥനയിലാണ് പൗലോസ് ഒക്കെ ശരിക്കും പറഞ്ഞ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ദേ ഡോണ്ട് നോ. അവർക്ക് അറിയാൻ പോലുമല്ല കർത്താവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ. അത് കാരണം ഇത് കണക്കെടുക്കരുത്. എന്നോട് ഈ ചെയ്തതൊന്നും ദൈവമേ നിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി വെക്കരുത്. അവരോട് അങ്ങ് ക്ഷമിക്കണം. ഐ മീൻ ഞാൻ മരിക്കുന്നത് ഇവർക്കും വേണ്ടി കൂടി. അതായത് ഈ അതായത് അഗാപ്പെ സ്നേഹവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു എന്നതാ. അപ്പൊ ലോകബുദ്ധിക്കോ ലോക പരിജ്ഞാനത്തിനോ എത്ര പഠിച്ചാൽ പോലും മനസ്സിലാകാത്ത ഒരു പരിജ്ഞാനത്തിന്റെ സ്നേഹം, പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം എന്റെയും നിങ്ങളുടെ ഉള്ളിലാകണമേ എന്നുള്ളതാണ് ആമീൻ പ്രാർത്ഥന. ആമീൻ പറഞ്ഞു ഇത്രയും അങ്ങോട്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ ഒരു അവയർനെസ്സും ഇത്രയൊക്കെ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ഇത് വെളിപ്പെട്ട് ബുദ്ധിക്കപ്പുറത്ത് പ്രവർത്തിക്കുന്നത് വെളിപ്പെട്ട് വരും. ആമീൻ സ്തോത്രം പറയട്ടെ. ഈ പറയുന്നത് ആമീൻ ഹി വിൽ ഡു ഫാർ മോർ. ആമീൻ വചനം ഞാൻ അവസാനിപ്പിക്കട്ടെ. പറയുന്നത് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അതായത് രണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്റെ ചിന്തയ്ക്കപ്പുറത്ത് എന്റെ സംസാരത്തിനപ്പുറത്ത് ആമീൻ ചെയ്യാൻ ദൈവം പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ലെവലുമില്ലാതെ ഈ ദിവസങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ഈ ദിവസങ്ങൾ ഇതിനു വേണ്ടി ഞാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പൗലോസ് ആമീൻ സ്തോത്രം അന്ന് ഈ വിഷയം ദൈവസഭയ്ക്ക് മനസ്സിലാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് നിങ്ങളുടെ സ്ഥാനങ്ങളിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ആമീൻ സ്തോത്രം എനിക്ക് നിങ്ങളെ ആരെയും കാണാൻ മേല. ആമീൻ സ്തോത്രം ഇന്ന് ഒരു നിമിഷം ആമീൻ സ്തോത്രം ആമീൻ വളരെ ആമീൻ സ്തോത്രം മനീഷ് പാസ്റ്റർ ഇപ്പോൾ ആമീൻ സ്തോത്രം അല്ലെങ്കിൽ ആരാണെങ്കിലും ഇതങ്ങോട്ട് ആമീൻ ഞാൻ ഇതിന്റെ എൻഡിങ്ങിലേക്ക് വരിക. അപ്പൊ അവരെ ഒന്ന് ലീഡ് ചെയ്യുവാൻ പറ്റുമോ? കർത്താവെ ഈ പരിജ്ഞാനം ആമീൻ സ്തോത്രം എന്റെ ഈ അത്യന്ത ശക്തി ഈ പരിശുദ്ധാത്മാവിന്റെ എന്റെ ഇന്നർ മാൻ എന്റെ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ ആമീൻ സ്തോത്രം എനിക്കൊരു പ്രത്യേക കൃപ നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് 31 ജോയിനീസ് ഉണ്ട്, ഞാൻ ഉൾപ്പെടെ ഈ 31 പേരും ആമീൻ സ്തോത്രം ശ്രദ്ധിച്ചവരും ശ്രദ്ധിക്കാത്തവരും ഒക്കെ ആമീൻ ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ? അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെ ബലപ്പെടുത്തുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.